തണ്ണിച്ചാൻ പറഞ്ഞു മൂത്ത സഹോദരനാണ്, ഇളയ സഹോദരനാണ് ഞാൻ. അല്പം നര കൂടുതലാണെങ്കിലും തണ്ണിച്ചായൻ തന്നെയാണ് മൂത്തത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജോയ്സ് കുടുംബത്തിൽ കർത്താവിന് ദാസൻ തണ്ണിച്ചായനോടും നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷമുള്ളവനാണ്. ഞാൻ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ട് മടങ്ങിപ്പോയതാണ്. പെട്ടെന്നൊരു തിരിച്ചുവരവുണ്ടായത്. കുറച്ച് ദിവസങ്ങൾ എനിക്ക് ശാന്തമായിട്ടിരിക്കണം, അതെൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിലായിരുന്നു. അങ്ങനെയുള്ള ക്രമീകരണത്തിലാണ് കടന്നു വന്നത്. എങ്കിലും കർത്താവിന് ദാസൻ പറഞ്ഞപ്പോൾ തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കൊരുമിച്ചിങ്ങനെ ദൈവം നൽകുന്ന നല്ല കൂട്ടായ്മയുടെയും ആരാധനയുടെയും അനുഭവത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയും വിശുദ്ധ തിരുമേശയുടെ ശുശ്രൂഷയും നമുക്ക് മുമ്പാകെ ഇനിയുമുണ്ട്. വളരെ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ഇന്ന് പകലിലെ ധ്യാനത്തിനായിട്ട് 2 കൊരിന്ത്യർ ലേഖനം, 2 Corinthians chapter 1, 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 3 and 4. ആരെങ്കിലും ഒന്ന് വായിക്കാം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. 2 വാക്യങ്ങൾ വളരെ സുദീർഘമായ വാക്യങ്ങളാണ്. പെട്ടെന്ന് കാണാതെ പഠിച്ച് പറയാൻ നമുക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരു വാക്യമാണ്. എങ്കിലും പരിശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മക്കളുമാരെല്ലാം കണ്ടോ, നോക്കിയോ ബൈബിളിൽ? ആൻറ്റി വായിക്കുന്ന കേട്ടല്ലോ അല്ലേ? ക്യാൻ യു സജസ്റ്റ് എ തീം ഫോർ മൈ മെസ്സേജ് ടുഡേ? ഇവരെ എൻ്റെ കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടിയാ കേട്ടോ. ക്യാൻ യു ഗേൾസ്, ബോയ്സ്? God who helps us in our tribulation. Okay, good theme, very good. നിങ്ങളുടെ ചിന്തകൾക്കായിട്ട് ഞാനത് വിട്ടു തരികയാണ്. അടുത്ത സമയങ്ങളിൽ ഈ സന്ദേശം എൻ്റെ അകത്ത് ആവർത്തിച്ച് മുഴങ്ങുവാൻ ചില കാരണങ്ങളുണ്ട്. കോവിഡ് കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൈവശബ്ദമാണ് ഡിവൈൻ കംഫർട്ട് ഇൻ അവർ ക്രൈസിസ്. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലുള്ള ദൈവികാശ്വാസം. ഞാൻ ആ കാലഘട്ടത്തിന് ശേഷം ഈ സന്ദേശം പിന്നെ അധികം ധ്യാനിക്കാതെ, ചിന്തിക്കാതെ, ശുശ്രൂഷിക്കാതെയൊക്കെ വിട്ടിരുന്നു. എന്നാൽ അടുത്ത സമയത്ത് ചില അനുഭവങ്ങളിൽ ഒന്ന് ഞാൻ കണ്ട ഒരു ചെറിയ ഒരു ക്ലിപ്പാണ്. നിങ്ങളിൽ പലരും കണ്ടു കാണും. ഒരു ചെറുപ്പക്കാരൻ ഒരു പട്ടണത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഒരു കനാസിൽ പെട്രോള് തൻ്റെ തലയിലേക്ക് കോരി ഒഴിച്ചു. ആളുകളെല്ലാം ഈ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് നിൽക്കുക. കുറേ ആളുകളെല്ലാം ഇവൻ്റെ അടുത്ത് നിന്ന് ഓടി മാറുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വീഡിയോ പിടിക്കുക. ഇവൻ കത്തിക്കുന്നത് ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് വേണം വൈറലാകാൻ. അതാ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ കുറച്ച് പേര് വീഡിയോ പിടിക്കുന്നു, കുറച്ച് പേര് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, കുറച്ച് പേര് ഓടി മാറുന്നു. അതിനിടയിൽ ഈ ചെറുപ്പക്കാരൻ ലൈറ്റർ കയ്യിലെടുക്കുക കത്തിക്കാൻ വേണ്ടി. എവിടെ നിന്നോ മറ്റൊരു ചെറുപ്പക്കാരൻ ഓടി ഇങ്ങി വന്നിട്ട് ഈ പെട്രോള് ശരീരത്തോട് ഒഴിച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ലൈറ്റർ താൻ അങ്ങ് തട്ടിക്കളഞ്ഞു. അല്പസമയം കൊണ്ട്
ഈ പെട്രോൾ തന്നെത്താൻ ഒഴിച്ച ഈ ചെറുപ്പക്കാരൻ കരയാനായിട്ട് തുടങ്ങി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോഴും ഓടി വന്ന ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ സീൻ അവിടെ അവസാനിക്കുക. എന്നിട്ട് അതിനടിയിൽ ഇങ്ങനെ ഒരു വാചകം എഴുതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും. ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. ഏറ്റുമാനൂരെ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിൽ നിന്ന് മായാത്ത ആ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അപ്പനോ അമ്മയോ ഭർത്താവോ മറ്റാരെങ്കിലും, somebody, അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ. ഞാനിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പിന്നെ വചനം ധ്യാനിക്കുന്ന സമയത്ത് I came across Ecclesiastes chapter 4 verse 1. സഭാപ്രസംഗി 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? ഒന്ന് വായിക്കാം. Listen very carefully. 2 times the word is repeated, but they have no comforter. See, people are suffering, people are persecuted, but they have no comforter. 69-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. യിരെമ്യാവ് 31 നമ്മൾ വായിക്കുന്നുണ്ട്, ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. ഇങ്ങനെ അനേക വാക്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നപ്പം ഈ സന്ദേശം ഞാൻ പിന്നെയും വിചിന്തനം ചെയ്യാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. അപ്പം ബുദ്ധിമുട്ടേറെ ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യയ്ക്കാണ്. ഇത് കഴിഞ്ഞ് കാറിൽ കയറുമ്പം തുടങ്ങും. കാര്യം എൻ്റെ കൂടെ പലപ്പോഴും വരുന്നത് കൊണ്ട് പല ആവർത്തി ഈ സന്ദേശം അവൾക്ക് കേൾക്കേണ്ടി വന്നു. അത്രമാത്രം എൻ്റെ ഹൃദയത്തെ ഈ സന്ദേശം സ്വാധീനിച്ചിട്ടുണ്ട്. അവർക്കാരില്ല. മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന ആശ്വാസപ്രദനില്ലെന്നാ മലയാളത്തിൽ ആശ്വാസപ്രദൻ 2 പ്രാവശ്യം പറയുക. അവർക്കാരില്ല, ആശ്വാസപ്രദനില്ല. എന്നാൽ ഇന്ന് പകൽ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് അഭിമാനത്തോടെ പറയുവാനുള്ളൊരു കാര്യം, നമ്മൾ ആശ്വാസമറ്റവരല്ല, ആശ്വാസമറ്റവരല്ല. നാം വായിച്ച വാക്യം നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനസ്സലിവുള്ള പിതാവും സർവാശ്വാസങ്ങളുടെയും ദൈവവും. God of all comforts. Children, what does it mean? God of all comforts. അതിൻ്റെ അർത്ഥം എന്തുവാന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്താ സർവ ആശ്വാസങ്ങളുടെയും ദൈവം എന്ന് പറഞ്ഞാൽ? സർവാശ്വാസം എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മൾ ഈ സർവ്വരോഗ സംഹാരി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഇല്ല അല്ലേ? സർവ്വരോഗത്തിനും മതിയായ മരുന്നെന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഉണ്ട്. സണിജാനുഭവം പറഞ്ഞല്ലോ, ദൈവം നൽകിയ വിടുതലുകൾക്കായി അച്ഛാ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും മതിയാകയില്ല. നമ്മളിങ്ങനെയുള്ള ആശുപത്രി കാര്യത്തിനൊക്കെ പോകുമ്പോൾ റെഫർ ചെയ്യുക അല്ല, ഓരോ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോരുത്തരാണ്. ആത്മീയ മണ്ഡലത്തിലുണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നാൽ എല്ലാറ്റിനും മതിയായവനെന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ. അത് നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്.
അങ്ങനല്ലേ നമ്മൾ പാടുന്നത്? എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എന്നുമെന്നും മതിയായവൻ, എന്നുമെന്നും എല്ലാറ്റിനും മതിയായ ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ലഭിച്ച ഭാഗ്യപദവി എത്ര വലിയതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി ശകലമല്ല, എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന ദൈവത്തെ തന്നെ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. ഈ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ വന്ന് വായിക്കാമെങ്കിൽ, എല്ലാം വായിക്കാനൊന്നും സമയമില്ല. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്നാ എൻ്റെ ചിന്ത. എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഈ വലിയവരെ ആശ്വസിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. വലിയ പുള്ളികൾക്ക് എന്തെങ്കിലും വന്നാൽ എന്താണെന്നറിയാം, നാട്ടുകാരെല്ലാം അങ്ങ് ഓടിക്കോടും, സഭക്കാർ മൊത്തം അങ്ങ് ഓടിക്കോടും. അയ്യോ അച്ചായ അമ്മാമ്മ എന്ന് പറഞ്ഞോണ്ട്. എന്നാൽ പാവപ്പെട്ടവന് വല്ല പ്രശ്നം വന്നാലോ ആര് മൈൻഡ് ചെയ്യാനാ? ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ അങ്ങനല്ല, എനിക്കറിയാം. പക്ഷെ പലയിടത്തും അങ്ങനാ. പക്ഷെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അറിയാമോ? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാ, ഏത് അവസ്ഥയിലാ, ഏത് അനുഭവത്തിലാ കർത്താവ് നമ്മളെ ഈ നിലകളിൽ ആശ്വസിപ്പിക്കാതിരുന്നിട്ടുള്ളത്? ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹീ ഈസ് ദ ഗോഡ് ഓഫ് കംഫർട്ട്. അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവിക ആശ്വാസത്തെക്കുറിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഏതെങ്കിലും മേഖലയിൽ ഒരു ആശ്വാസം ആവശ്യമില്ലാത്ത ആരും ഇന്ന് പകൽക്കാലം ഇവിടെ ഇല്ല. നമ്മൾ അന്യോന്യം കാണുമ്പോൾ അവരെ പോലെ ആയാൽ മതിയെന്നാ. പ്ലീസ് അങ്ങനെ ആകണ്ട കേട്ടോ. അവരുടെ ഷൂവിലോട്ട് കയറി നിൽക്കുമ്പോഴേ ചൂടറിയത്തുള്ളൂ. ചൂടറിയോ, എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ, ആ സഹോദരനെ കണ്ടോ, ഈ അമ്മാമ്മയെ കണ്ടോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അവരോട് അടുത്ത് ചെല്ലണം, അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ദൈവിക ആശ്വാസത്തിൻ്റെ വചനമോ ഒരു ടച്ചോ ആവശ്യമില്ലാത്ത ആരും ഇവിടെ ഇല്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളോട് ദൈവം വളരെ ഹൃദ്യമായി ഇടപെടട്ടെന്ന് പകൽക്കാലം. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 1 എന്താ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. Comfort ye my people, says your God. അപ്പൊ ദൈവം എന്താ പറയുന്നതെന്നറിയാം? എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. ദൈവം അരുളി ചെയ്യുക. ശ്രദ്ധിക്കുക, പ്രവാചകനിലൂടെ ദൈവം പറയുക, കംഫർട്ട് യു മൈ പീപ്പിൾ. എന്റെ ജനത്തെ നീ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? യെശയ്യാപ്രവചനത്തിന്റെ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായവിധിയുടെ ദൂതാ പ്രധാനമായിട്ടും. ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ പാപം നിമിത്തം ദൈവം അവർക്ക് വരുത്താൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവരെ സ്കാൻ ചെയ്ത്, അച്ഛൻ സ്കാനിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇസ്രായേലിനെ ദൈവം അങ്ങോട്ട് സ്കാൻ ചെയ്ത് യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മുടെ കൂട്ടൊന്നും അല്ല കണ്ടേ. അടി മുതൽ തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗം, പിന്നെ ചതവ്, മുറിവ്, പഴുപ്പ്, ഒന്നും വെച്ച് കെട്ടിയിട്ടില്ല. വാട്ട് എ സ്കാനിങ് റിപ്പോർട്ട്. എന്നിട്ട് പ്രവാചകൻ ആവർത്തിച്ച് ഇവരോട് പറയുന്നത് എന്താണെന്നറിയാം? അയ്യോ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? കഷ്ടം. അത് തന്നെ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ചിലരൊക്കെ മാസ്റ്റർ പീസായിട്ട് ഈ വാക്ക് പിടിച്ചേക്കുന്നത്, അയ്യോ കഷ്ടം. അപ്പൊ പ്രവാചകൻ ആകെ അയ്യോ കഷ്ടമടിയാ. 1-ാം അധ്യായം തൊട്ട് അയ്യോ കഷ്ടം. ഇതൊക്കെ കണ്ടാൽ കഷ്ടമെന്ന് പറയാതിരിക്കാൻ പറ്റും? മുടി വരെ ഒരു സുഖവും ഇല്ല, എല്ലാം പഴുത്ത് ഒരു പരുവത്തിൽ ഇരിക്കുമ്പോൾ ആരാ പറയാത്ത അയ്യോ കഷ്ടമെന്ന്? ഇസ്രായേലിനെ കണ്ട അയ്യോ കഷ്ടം പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി 6-ാം അധ്യായത്തിൽ വന്നപ്പം അയ്യോ നിനക്ക് കഷ്ടം, ഇസ്രായേലിന് കഷ്ടം എന്നുള്ളത് മാറ്റിയിട്ട് പറയുക, അയ്യോ എനിക്ക് കഷ്ടമെന്ന്. കാണേണ്ടതുപോലെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുക, എനിക്ക് കഷ്ടം. പിന്നെയും ദൈവിക ദൂത് പ്രവചനാത്മാവിൽ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് 39 അധ്യായങ്ങളിൽ ന്യായവിധിയാ, ജഡ്ജ്മെന്റാ. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ എന്താണെന്നറിയാവോ?
ദൈവം പറയുക, ഇനി എന്തോ ചെയ്യണം? നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ, കുത്തുന്നതിന് മുമ്പൊരു തൂപ്പ്, പിന്നൊരു കുത്ത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തൂപ്പ്. ഈ ചിലപ്പോൾ പാസ്റ്റർമാരൊക്കെ കഠിനമായിട്ട് ചിലപ്പോഴൊക്കെ എന്നോട് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് സ്നേഹമുള്ള ചില വിശ്വാസികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വാളായിരുന്നു. അവരുടെ ഭാഷ അനുസരിച്ച് വാളായിരുന്നു, വെടിയായിരുന്നു, കുത്തായിരുന്നു, ഇങ്ങനെയൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പാസ്റ്റർമാർ മനഃപൂർവ്വമായിട്ട് മുറിവേൽപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്? പ്രവാചകനോട് ദൈവം പറയാൻ പറഞ്ഞാൽ പറഞ്ഞേ പറ്റൂ. പിന്നെ ചില പ്രവാചകന്മാർ ഇത് മാത്രം അങ്ങ് ശൈലിയായിട്ട് അങ്ങ് എടുക്കും, വെട്ടും കുത്തും. 39 അധ്യായത്തിൽ ന്യായവിധി വിളിച്ചു പറഞ്ഞതില്ലയോ, അത്ര എളുപ്പമല്ല ടോൺ മാറ്റാൻ. അതുകൊണ്ട് പ്രവാചകനോട് ദൈവം പറയുക, ഇനി നീ എന്തോ ചെയ്യണം? എൻ്റെ ജനത്തോട് ആശ്വാസവാക്ക് പറയണം. എന്നിട്ട് താഴോട്ട് പറയുന്നതെന്നറിയാമോ? അവരോട് എങ്ങനെ സംസാരിക്കണം എന്നാ പറയുന്നറിയാമോ? ആദരവോടുകൂടെ സംസാരിക്കണം. നിങ്ങൾ വായിച്ചു നോക്കിയോ, താഴോട്ട് യെശയ്യാവ് 40-ന്റെ 2-ാം വാക്യം താഴെ 1-ാം വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നതെന്നറിയാം, ദൈവം പറയുക എൻ്റെ ജനത്തോട് എങ്ങനെ സംസാരിക്കണം? ആദരവോടെ സംസാരിക്കണം. എന്നിട്ട് അവരോട് പറയേണ്ടതെന്നറിയാമോ? അവരുടെ യുദ്ധസേവ അവസാനിച്ചു, അവരുടെ അകൃത്യത്തിന് ഇരട്ടിയായി അവർ പകരം പ്രാപിച്ചു. നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ? ആ വാക്യമൊന്നും നിങ്ങളുടെ പുസ്തകത്തിലില്ലേ? അതോ ഞാൻ എവിടെ തുറക്കണോ? അങ്ങനെയൊക്കെയാണോ അവിടെ എഴുതി വെച്ചേക്കുന്നേ? യെശയ്യാവ് 40-ന്റെ 1-2 ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എൻ്റെ ജനത്തോട് നീ ആദരവോട് സംസാരിക്കുക. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ യുദ്ധസേവ, your warfare is over. Your warfare is over. God comforts them and says, your warfare is over. നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നുണ്ടല്ലോ, ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവ. ഇവിടെയും തമ്പുരാൻ ഒരു നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമായിരുന്നില്ല. God said, now it's finished. It's done. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദനോട് ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി എത്ര വലിയതായാലും, കടലിലെ തിര പോലെ ഇരച്ചു കയറി നിനക്കെതിരെ കടന്നു വരുന്നതായാലും, അലറുന്ന തിരമാലയ്ക്ക് മണൽ കൊണ്ട് അതിരിട്ട ദൈവം നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയോട് ഇവിടെ വരെ അലറുന്ന കടലിനോട് തമ്പുരാൻ മണലിട്ടേച്ച് പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് വരാം, ഇതിനപ്പുറത്തോട്ട് ഒരു പടി കയറാൻ നിനക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞ ദൈവം നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഉയരത്തിൽ നിന്ന് തന്നെ കൽപ്പന പുറപ്പെടുവിക്കും. ഇതിനപ്പുറത്തേക്ക് ഒരിഞ്ച് പോലും നിന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി കടക്കാതിരിക്കുവാൻ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്റെയും നിന്റെയും കഴിവ് കൊണ്ടല്ല എതിരായി വന്ന പല പ്രതിസന്ധികളും വഴിമാറിപ്പോയത് നാം അറിയാതെ പുറപ്പെട്ട ഉയരത്തിൽ നിന്നുള്ള കൽപ്പനയുണ്ടായിരുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ നീ തിരിച്ചറിയണം. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കംഫർട്ട് യു മൈ പീപ്പിൾ. യെശയ്യാ പ്രവചനം മുഴുവൻ 40 കഴിഞ്ഞുള്ള അധ്യായങ്ങൾ നിങ്ങൾ അങ്ങോട്ട് വായിച്ചാലുണ്ടല്ലോ, പിന്നെ എല്ലാം ആശ്വാസവചനങ്ങളാണ് പറയുന്നത്, ആശ്വാസവചനങ്ങളാണ്. എന്നിട്ട് 66-ാം അധ്യായം 13-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു പദപ്രയോഗമുണ്ട്. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞെന്നാ എൻ്റെ ഓർമ്മ. അവിടെ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ. അമ്മമാരോട് ഞാൻ ചോദിക്കുക, അതെന്താ അപ്പനെ ആശ്വസിപ്പിക്കുന്ന പോലെ എന്ന് പറയാൻ? നിങ്ങൾ തന്നെ പറ. Children, who comforts you more? Mummy or daddy? Mummy? Sure? മക്കളെ, who comforts you more? Your mummy or your daddy? മമ്മി. ഇവിടുത്തെ മമ്മിമാർ എത്ര നല്ലത്.
ഞാൻ ഇവിടുത്തെ മെയിൻ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൽ ഈ ചോദ്യം ചോദിച്ചു. ഞാൻ ആദ്യം ഗേൾസിനോടാണ് ചോദിച്ചു. അവിടെ 120-130 പിള്ളേരുണ്ട്. അപ്പോൾ പെൺകുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഡാഡി. പെൺപിള്ളേരെല്ലാം ഞാൻ അത്ഭുതം. ഡാഡി. എനിക്ക് കാര്യം മനസ്സിലായി. കാര്യം എനിക്കും 2 പെൺപിള്ളേരാ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ബോയ്സിൻ്റെ പാർട്ടിയിലേക്ക് തിരിഞ്ഞിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ചാണ്. പക്ഷേ ഉമ്മാർ മൊത്തം പറഞ്ഞു ഡാഡി. ആൺപിള്ളേരും പെൺപിള്ളേരും ഒരുപോലെ പറയുക ഞങ്ങൾക്ക് കംഫർട്ട് ഞങ്ങളുടെ ഡാഡിയാണ്. കാലം പോയ പോക്കേ. അമ്മമാര് നിശ്ചയമായിട്ട് വിചിന്തനം ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും മമ്മി ഇന്ന് 2 പേരെ പറഞ്ഞുള്ളൂ. 120 പേരില്ല ഇവിടെ. ആ ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനത്തിനും മാനവകുലത്തിൻ്റെ പ്രതീക്ഷയ്ക്കും വ്യത്യസ്തമായ നിലയിൽ അമ്മമാരൊക്കെ ആയിത്തീർന്നോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് ആഴമായിട്ട് റിസർച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ആരെങ്കിലും റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടാനൊരു വഴി ഞാൻ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നുള്ളത് മനുഷ്യഭാഷയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിശ്രേഷ്ഠകരമായൊരു പ്രയോഗമാണ്. ഈ ദൈവിക ആശ്വാസത്തിന് അതിനപ്പുറത്തൊരു മനുഷ്യഭാഷ പറയാനില്ല. നിങ്ങൾക്കൊണ്ടേ പറ, നിങ്ങൾ പറ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ എന്നതിന് പകരം വെക്കാൻ വേറൊരു ഭാഷയുണ്ടേ പറ നിങ്ങൾ. വി ഡോണ്ട് ഹാവ്. ഞാനൊരു ഉദാഹരണം അതിന് ചിലപ്പോഴും പറയും. ഒന്ന് മനസ്സിലാക്കാൻ വേഗത്തിലങ്ങ് പറയാം. നമ്മുടെ നാട്ടിലെ ഇപ്പം മൺസൂൺ സീസൺ അല്ലേ? മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ റെയിനി സീസൺ. ഇപ്പം പിള്ളേരൊക്കെ പോപ്പിക്കുടയും പിടിച്ച് റെയിൻ കോട്ട് ഇട്ടൊക്കെ ആവാം. നമ്മളൊക്കെ എന്തായിരുന്നു പിടിച്ച്? ഓ, നിങ്ങൾ സെയിൻറ്റ് ജോൺസും പിടിച്ചു പോയാല. വാഴയില, ചേമ്പല, ചീമച്ചേമ്പിൻ്റെ വലിയ ഇതൊക്കെ പിടിച്ചോണ്ട് സ്കൂളിൽ പോയ ചിലരെങ്കിലും ഉണ്ട്. ഞാനുണ്ട്. നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞാനുണ്ട്. അന്ന് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് നനയും, എന്നാലും ഈ പുസ്തകമെല്ലാം ഈ ഉടുപ്പിനകത്ത് അങ്ങ് കയറ്റും. അന്ന് ഇന്നത്തെ പോലെ കുടവയറില്ലെങ്കിൽ ഈ പുസ്തകമെല്ലാം കൂടെ കയറി ഒരു പരുവത്തിലാകും. അങ്ങനെ ഒരു കൊച്ച് സ്കൂൾ വിട്ട് നനഞ്ഞ് വരിക. നനഞ്ഞു വന്നപ്പോൾ അപ്പൻ ഉമ്മറത്തിരിപ്പുണ്ട്. പഴയ അപ്പന്മാരൊക്കെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനാ? നനഞ്ഞ് ഇറക്കം കയറി വരുമ്പം പുള്ളി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, എടിയേ ചെറുക്കന്തേ നനഞ്ഞു വന്നേക്കുന്നു. അതോടുകൂടെ അപ്പൻ്റെ ജോലി കഴിഞ്ഞു. ഇപ്പോഴത്തെ അപ്പന്മാരല്ല, അന്നത്തെ അപ്പന്മാരുടെ എടിയേ ദേണ്ട് ചെറുക്കൻ നനഞ്ഞു വന്നേക്കുന്നു. ചേട്ടനവിടെ നിൽപ്പുണ്ട്. അവൻ്റെ ആശ്വാസം എങ്ങനെയാണെന്നറിയാവോ? എടാ, മഴ തോരുന്നത് വരെ വല്ല കടത്തിണ്ണയിലും കയറി നിന്ന് നനയാതെ വരത്തില്ലായിരുന്നോടാ. ചേട്ടൻ്റെ ആശ്വാസം കഴിഞ്ഞു. ചേട്ടത്തി നിൽപ്പുണ്ട്. ഓടി വന്ന് പുസ്തകമെല്ലാം വാങ്ങിച്ച് പുസ്തകമെല്ലാം നനച്ചോടാന്ന് പറഞ്ഞ് പുസ്തകം ഉണക്കാൻ പുള്ളിക്കാരി ഒരു പോക്ക് പോയി. പരിയമ്പുറത്തെവിടോ പശുവിന് കാടിയും കൊടുത്തുകൊണ്ടിരുന്ന അമ്മ ഇതൊക്കെ നിങ്ങൾ ആ ലോകത്തു നിന്നൊക്കെയാണോ വന്നേ? ആ അമ്മ അവിടുന്ന് ഓടി ഇങ്ങോട്ട് വരുന്നൊരു വരവാ. അമ്മയുടെ കയ്യിൽ എന്തുകൊണ്ടെന്നറിയാമോ? അമ്മയുടെ കയ്യിലൊരു തോർത്തുണ്ട്. എൻ്റെ ആ കുഞ്ഞിൻ്റെ തലയെല്ലാം അങ്ങ് തോർത്തും കെട്ടി അങ്ങ് പിടിക്കും. എൻ്റെ കുഞ്ഞ് നനഞ്ഞോ? എൻ്റെ കുഞ്ഞിന് പനി പിടിക്കുമല്ലോ. നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? That makes the difference. That makes the difference. അങ്ങനെയുള്ള നല്ല അമ്മമാരെയൊക്കെ ദൈവം നമുക്ക് തന്നിരുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ
പ്രക്രിയയാണ് ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം. ഡിവൈൻ കംഫർട്ട്. വേഗം മുന്നോട്ട് പോകട്ടെ. യെശയ്യാപ്രവചനം 49 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. 49 verses 13 to 15 ആണ് നമ്മൾ ശ്രദ്ധിക്കണം. വേഗത്തിൽ ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ കൊട്ടി. What does it mean? Children, come on. What is it? Can you tell me in one sentence what the word of God says here? See, God is asking the nature, ആകാശത്തോട്, ഭൂമിയോട്, കുന്നുകളോട് ഒക്കെ പറയുന്നത് സെലിബ്രേറ്റ്. See, the nature is asked to celebrate. What is the reason? Because the Lord comforts his people. ദൈവം തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തോട് പറയുക, നീ മൗനമായിരിക്കരുത്, നീ ആഘോഷിക്കണം. Such a matter of celebration. ഒറ്റ വാചകത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, your comfort, my comfort is heaven's celebration. Nature celebration. എന്നെയും നിന്നെയും ദൈവം ആശ്വസിപ്പിക്കുമ്പം, എനിക്കും നിനക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പം, അവൻ തൻ്റെ മഹത്വവും തൻ്റെ ശക്തിയും തൻ്റെ സ്നേഹവും എന്നിലും നിന്നിലും എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും വെളിപ്പെടുത്തുമ്പം, കൈയടിക്കാൻ ഇവിടെ ആരുമില്ലെങ്കിലും ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചം അത് ആഘോഷിക്കുവാനിടയായി തീരും. Oh, the nature will celebrate your comfort. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നേ. ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവാ, അതുകൊണ്ട് പ്രപഞ്ചമേ നീ ആഘോഷിക്കാൻ എങ്ങും ദൈവവചനത്തിലില്ല. നിങ്ങളത് മനസ്സിലാക്കണം. എന്നാൽ ഒരു പാവപ്പെട്ട ദൈവവൈതലിന്റെ ആശ്വാസം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ആഘോഷമാണ് ദൈവത്തിന്റെ മക്കളെ. Oh, hallelujah. The nature will celebrate. ഇന്ന് പകൽ ആത്മാവിൽ ചിലരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു വിഷയമല്ലെങ്കിലും ഈ പ്രകൃതിയെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു ആഘോഷ വിഷയമായി എന്റെ ദൈവം മാറ്റുമെന്ന് വിശ്വസിച്ച് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. What a glorious thing. നിങ്ങൾ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം, അപ്പം മനസ്സിലാകും ആരോടായി എപ്പോഴായി പറയുന്നതെന്ന്. ഇവിടെ സിയോൻ എന്ന് പറയുന്ന പുള്ളികൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ 17-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? അതിനു മുമ്പ് സിയോനോ, അപ്പൊ ആരാ ഇത് പറഞ്ഞോണ്ട്? യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവിനെ മറന്നു കളഞ്ഞു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവിനെ മറന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്ന പുള്ളികളെ ആ തമ്പുരാൻ ആശ്വസിപ്പിക്കുന്നത്. മനസ്സിലായോ? ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ നിന്റെ അന്തരംഗം ഒരുപക്ഷെ നിന്നോട് സംസാരിക്കും, യഹോവ നിന്നെ മറന്നു കളഞ്ഞെന്ന്, യഹോവ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വയതില് അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വർഗം പറയുകയാണ്, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിന്റെ ശബ്ദം ഇന്ന് പകൽ ഈ സഭായോഗത്തിന്റെ നടുവിൽ ചിലർക്ക് വേണ്ടി സ്വർഗം മുഴക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിലെ വാക്യം, can a woman forget her? അമ്മമാര് മക്കളെ മറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെല്ലാം മറന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ മറക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ചോദ്യം പ്രസക്തമാണ്. can a woman forget her sucking child? മാറിനോട് ചേർത്ത് മുല കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ മറക്കാൻ ഒരമ്മയ്ക്ക് കഴിയത്തില്ലെങ്കിൽ, അല്ല അങ്ങനെയുള്ള ആ അവസ്ഥയിൽ പോലും ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും വാഗ്ദത്വം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ മറക്കേല. ആരൊക്കെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് പകൽക്കാലം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അങ്ങനെ എത്രയെത്ര വാക്യങ്ങൾ ദൈവിക ആശ്വാസത്തെ കുറിച്ചുണ്ടെന്ന് അറിയാമോ? എന്നാൽ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് 3 resources of
our divine comfort. ദൈവികമായ ആശ്വാസത്തിൻ്റെ 3 മേഖലകൾ സമയപരിമിതിയിൽ ഒന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് വരാം. The sources of our comfort. ഒന്നാമത്തേതെന്ന് പറയുന്നത് it is the scripture or God's word. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 4 വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാമോ? റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ. Children, listen. For whatsoever things were written aforetime were written for our learning, that we through patience and comfort of the scriptures might have hope. So listen very carefully. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത അതൊന്ന്. 2, ആശ്വാസം. തിരുവെഴുത്ത് നമുക്ക് എപ്പോഴും എന്താണെന്നറിയാമോ? ആശ്വാസമാണ്. 119-ാം സങ്കീർത്തനം 50-ാം വാക്യം പറയുന്നതെന്നറിയാമോ? 119-ാം സങ്കീർത്തനം 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. This is my comfort in my affliction, for thy word has quickened me. For thy word has quickened me. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ചില ട്രാൻസ്ലേഷൻ പറയുന്നത് നിന്റെ വചനം എന്നെ ഉയർപ്പിച്ചിരിക്കുന്നത്. ജീവനറ്റ അവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം എനിക്ക് നിനക്കും ആശ്വാസമാണ്. ഇന്ന് പകൽ ഇവിടെ മുഴങ്ങുന്ന ദൈവത്തിന്റെ വചനം ചില ഹൃദയങ്ങൾക്ക് ആശ്വാസമായി പരിണമിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഏതാശയറ്റ അവസ്ഥയിലും ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലും നിന്നെ തേടിയെത്തുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. 2 നിലയിലാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസമാകുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പം, ധ്യാനിക്കുമ്പം, കേൾക്കുമ്പം നമുക്ക് അത് മുഖാന്തരം ആശ്വാസം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പ്രതിസന്ധിയിലായി, സാധാരണ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നിങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? വേഗത്തിൽ പറയാമോ? What will you do when you are in a crisis? പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. ചിലർ പ്രാർത്ഥിക്കത്തില്ല, എല്ലാവരെയും വിളിച്ച് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പൊ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് ഇട്ടേച്ച് കയ്യും കെട്ടി കിടക്കുന്ന ആരോ പുള്ളികൾ ഇതിനകത്തുണ്ട്, ഇന്ന് പണി അവസാനിപ്പിച്ചോണോ. നാട്ടുകാരെ മുഴുവൻ കോൺട്രാക്ട് കൊടുത്തേച്ച് പുള്ളി വിശ്രമിക്കുക. ആ പരിപാടി പറ്റത്തില്ല, പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുക, പ്രാർത്ഥിക്കാൻ എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം വേദോസം വായിക്കണം. പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കുക. എന്നാൽ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പം ദൈവം നമ്മോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുക. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ദൈവം നമ്മളോട് സംസാരിക്കത്തില്ലെന്ന്, ഇടപെടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തിരുവെഴുത്തെന്ന് പറയുന്നതുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാ. നിങ്ങൾ വിചാരിക്കുക, ഒരു പ്രതിസന്ധിയുടെ നടുവിലായിരിപ്പോൾ പുസ്തകം തുറന്നു. വല്ലപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ തുറക്കുമല്ലോ, നമ്മളോടുള്ള ദൂതറിയാൻ വേണ്ടി. എപ്പോഴും ഒന്നും അങ്ങനെ കയറി തുറന്നു കളയരുത്. അത് ഭയങ്കര കുഴച്ചിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. അടുത്തത് വായിച്ചപ്പം യൂദ പോയി കെട്ടിയാന്ന് ചത്തെന്നാകണ്ടേ. അപ്പം അങ്ങനൊന്നും അബദ്ധമൊന്നും വരരുത്, കാണിച്ചു കളയരുത്. വല്ലപ്പോഴൊക്കെ തുറക്കും. എന്നാൽ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ തുറന്നപ്പോൾ കിട്ടിയ ദശയാവും 41 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നൊക്കെ തിരുവെഴുത്ത് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആശ്വാസം കിട്ടാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടോ? ഇല്ല ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിന്റെ ഒരംശം മതി. അത് നമുക്ക് ആശ്വാസമാണ്, അത് നമുക്ക് ആനന്ദമാണ്, അത് നമുക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തിരുവെഴുത്ത് വായിച്ച് ധ്യാനിച്ച് അതിലൂടെ നമ്മൾ ആശ്വാസം കണ്ടെത്തണം. 2-ാമത്തെ മേഖല നമുക്ക് ആശ്വാസം എവിടെയെന്നറിയാവോ? തിരുവെഴുത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ആരാ? ക്യാരക്ടർ, ദ മോസ്റ്റ് ലൈക്കിംഗ് ക്യാരക്ടർ ഇൻ ദ സ്ക്രിപ്ചർ പറയാമോ?
മക്കളെ, ഡേവിഡ് ഡേവിഡ് ഡേവിഡ്, എല്ലാവർക്കും ഡേവിഡാ. എബ്രഹാം, ദാനിയേൽ, വെരി ഗുഡ്. നിങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും പറയാത്തൊരു പേരുണ്ട്, ഇയ്യോബ്. ജീസസ്, അതും പറയത്തില്ല മക്കളെ, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര വലിയ പ്രതിസന്ധി ആകട്ടെ, ആ പ്രതിസന്ധിക്കെല്ലാം മകുടോദാഹരണങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഒരൊറ്റ ഒരു എക്സെപ്ഷൻ പോലും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നോ, കടന്നു പോകുന്നു, തത്തുല്യമായ ഒരു അനുഭവം ഉള്ള ഒരാൾ ഈ തിരുവെഴുത്തിൽ കാണും. ഇനി ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞാലും ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാങ്കി നമ്മുടെ പരാതിയും പരിഭവവും എല്ലാം കട്ടയും പടവും മടക്കിയിട്ട് നമ്മൾ പറയും, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് 1% നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നറിയോ? തിരുവെഴുത്ത് വെളിപ്പെടുന്ന ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്കെപ്പോഴും ആശ്വാസമാണ്, ഉത്തേജനമാണ്. ഇയ്യോബിനെ പോലെയുള്ള എത്രയെത്ര ഭക്തന്മാർ അവരുടെ ജീവിതയാത്രയിൽ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ തിരുവെഴുത്ത് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുമ്പോൾ ഈ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങിയാൽ തിരുവചനം നമുക്ക് ആശ്വാസമായി ഭവിക്കും. നമ്പർ 1, God's word or the scripture is the source of our comfort. രണ്ടാമത്തെ നമ്മുടെ ആശ്വാസം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? സെക്കൻഡ് സോഴ്സ് ഓഫ് our comfort, അത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ദാസൻ ദീർഘവർഷങ്ങളായി നിങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ ദാസനാണല്ലോ. ചിൽഡ്രൻ, ഡു യു നോ ഹൗ our pastor uncle says benediction? പാസ്റ്റർ അങ്കിൾ എങ്ങനെയാ ബെനഡിക്ഷൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞേ? അത് വരുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, പണ്ടൊരു സഹോദരൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു പ്രവാചകൻ പറയുന്നത്, എനിക്ക് ആശീർവാദത്തിൻ്റെ കുറവുണ്ടെന്ന്. ആശീർവാദത്തിന് കുറവുണ്ടെന്ന്. യോഗം കഴിഞ്ഞപ്പം പുള്ളിയുടെ ഭാര്യ പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ ദൂത് കറക്റ്റാണ്, ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ അച്ചായൻ ഇറങ്ങിപ്പോകുന്നു. പുള്ളി ഒരിക്കലും ആശീർവാദം കേൾക്കത്തില്ല. ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ആശീർവാദം അത് പാസ്റ്റർ, അങ്ങനല്ല. ആരോനിക് ബ്ലെസ്സിങ്ങിനകത്ത് ഒരനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ആശീർവാദ വചനം പറയുമ്പം ഒടുവിൽ ഒരാമേൻ പറയണം, അപ്പോഴാ ആ അനുഗ്രഹം നമ്മുടെ തലമേൽ അനുഗ്രഹമായി ഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും പറയാമോ പാസ്റ്റങ്ങൾ? ഇനിയും ശ്രദ്ധിച്ചോണം പാസ്റ്റങ്ങൾ. എങ്ങനെ മോൻ പറയാൻ തുടങ്ങിയായിരുന്നു, പറയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ പാസ്റ്റങ്ങൾ? ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി പറയുമെങ്കിൽ പോലും എങ്ങനെ ആശീർവാദം പറയുന്നതെന്ന് വേഗത്തിലൊന്ന് പറയാമോ? ഇവർ പാസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാനാ. അങ്ങനെ ചില ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടണമല്ലോ. അത് ബൈബിളിൽ നോക്കിയപ്പോൾ വായിക്കാം. പാസ്റ്റങ്ങൾ പറയുന്നത് അങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സകല ബുദ്ധിയും കവിയുന്നത് എന്നും അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ചിലപ്പോഴൊക്കെ അതും പറയാറുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ കൃപ, ഈ പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ സാധാരണ പാസ്റ്റർമാരെല്ലാം പൊതുവേ ചേർക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവദാസൻ മാത്രമല്ല, മറ്റു പാസ്റ്റേഴ്സ് എല്ലാവരും, ദൈവദാസന്മാരൊക്കെ ആശീർവാദ വചനം പറയുമ്പം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന് പറയാം. അത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്? എന്തായാലും എഴുതി അങ്ങനെ വെച്ചിട്ടില്ലല്ലോ തിരുവെഴുത്തി. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചേർത്തുള്ള ആശീർവാദ വചനം ഒരു പ്രാവശ്യമേ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏത് വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്? യോഹന്നാൻ 14:16 വായിക്കുമ്പം നമ്മളെന്താ അവിടെ വായിക്കുന്നതെന്നറിയാം? യോഹന്നാൻ 14:16 കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വേർഷൻ നോക്കിയേ, ആൻഡ് ഹീ ഷാൽ ഗിവ് യു അനദർ കാര്യസ്ഥൻ എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അഡ്വക്കേറ്റ് എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മൂലഭാഷയിൽ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്ന് പറയുന്നത്
കംഫർട്ടർ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നവനെന്നാണ്, ആശ്വാസപ്രദനെന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വല്ലപ്പോഴും വരുന്ന ഒരു ആശ്വാസമല്ല. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നാ. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? I will not leave you comfortless. I will not leave you comfortless. അനാഥരാകുമ്പോൾ ആശ്വാസമറ്റ അവസ്ഥയാകും. കാര്യം ശരിയാ. അതിൻ്റെ ആ ഡീപ് റൂട്ടഡ് മീനിങ് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം. He will never leave you comfortless. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാ, ആര് നിന്നെ ആശ്വസിപ്പിക്കുവാൻ അടുത്തു വന്നില്ലെങ്കിലും, ആശ്വാസത്തിന്റെ ഒരു വാക്കും ഒരിടത്ത് നിന്ന് നിന്റെ അടുക്കലെത്തിയില്ലെങ്കിലും, ഒരു ചെറിയ ഫോൺ കോൾ വിളിക്കാൻ ആരും നിനക്കില്ലെന്ന് വന്നാലും നിനക്ക് വേണ്ടി സദാ സർവദാ കൂടെ വസിക്കാൻ, കൂടെ ഇരിക്കാൻ ഒരു ആശ്വാസപ്രദനെ സ്വർഗ്ഗം നൽകിയിട്ടുണ്ട്. അത് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവാണ്. Holy Spirit, the Comforter is with us. He is in us. എത്ര പേർക്ക് ഇന്ന് പകൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന്? ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, പാട്ട് പാടുന്ന സമയത്ത്, കൈയടിക്കുന്ന സമയത്ത്, നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത്, 2 അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നത്. He is our comforter. നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9:31 എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. Acts chapter 9:31. നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 9:31. ഇച്ചിരി നീണ്ട വാക്യമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ യഹൂദ, ഗലീല, ശമര്യ എന്നീ നഗരങ്ങളിൽ, ദേശത്തിൽ ഒക്കെയും സഭയ്ക്ക് അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന വാക്ക് പ്രബോധനത്തിലെന്നില്ലയോ? വായിച്ചു വരുമ്പോൾ അറിയാതെ ചിലർ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലെന്നും പറയും. ആരോ പറഞ്ഞെന്ന് തോന്നുന്നു. അവിടെ പ്രബോധനം എന്നല്ല പറയുന്നേ, പ്രബോധന എന്നാ പറയുന്നേ. പ്രബോധനം വേറെ, പ്രബോധന എന്നിവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വേറെ. എന്തുവാ അതിൻ്റെ അർത്ഥം? വാക്കിംഗ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ദ കംഫർട്ട് ഓഫ് ദ ഹോളി ഗോസ്റ്റ് വേർ മൾട്ടിപ്ലൈഡ്. വേറൊരു ദൂത അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദ ചർച്ച്, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. എക്സ്റ്റേണൽ പെർസിക്യൂഷൻ ഓർ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഇവിടെ നമുക്കറിയാം സഭയെ സംബന്ധിച്ച് ചർച്ച് പാസ് ത്രൂ സിവിയർ പെർസിക്യൂഷൻ. അതുകൊണ്ടാണ് ഇവിടെ സഭയ്ക്ക് സമാധാനം ഉണ്ടായെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു സഭയോട് പറഞ്ഞു, വ്യക്തിക്ക് മാത്രം സമാധാനം ഉണ്ടായാൽ പോരാ, സഭയ്ക്ക് സമാധാനം ഉണ്ടാകണം. സഭയ്ക്കകത്ത് സമാധാനം ഉണ്ടാകണം. സഭയുടെ സമാധാനം എന്ന് പറയുന്നത് ഫ്രീ ഫ്രം എക്സ്റ്റേണൽ oppression and internal conflicts. നിങ്ങൾക്ക് ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന സമാധാനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സഭയ്ക്ക് സമാധാനം ഉണ്ടോ? ഒരു ഉറപ്പില്ലാത്തതുപോലെ സഭയ്ക്ക് സമാധാനം ഉണ്ടാകണം. സഭയുടെ സമാധാനം കെടുത്തുന്ന ഒരു പണി ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്, ഒരു വാക്ക് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാര്, അവർ ദൈവത്തെ കാണുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ പുറത്തു നിന്നുണ്ടായിരുന്നു, അകത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കംഫർട്ടിൽ സഭ മുന്നോട്ട് പോയി. ആ സഭ മൾട്ടിപ്ലൈ ചെയ്തു. പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. When the church is in the comfort of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ ആശ്വാസത്തിൽ സഭ നിലനിൽക്കുമ്പം സഭ മൾട്ടിപ്ലൈ ചെയ്യാനിടയായി തീരും. ഇതിനകത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിത്വങ്ങളും ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം, ദൈവാത്മാവിന്റെ സ്പർശനം അനുഭവിക്കണം, ദൈവാത്മാവിന്റെ നിറവ് അനുഭവിക്കണം, ദൈവാത്മാവിന്റെ വിടുതൽ അനുഭവിക്കണം. ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തികൾക്കായി, പ്രക്രിയകൾക്കായി ഇന്ന് പകൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് is our comforter. ആർക്കും നമ്മളോടുകൂടെ വരാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകാം. ആളുകൾക്ക് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റേഞ്ച് കിട്ടാത്ത സ്ഥലം വരും. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ ഏരിയ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഖത്തറിലുണ്ടോ? ചില വീട്ടിനകത്ത് ചില മൂലയ്ക്ക് കിട്ടത്തില്ല. മാറി നിൽക്കാൻ പറയാം, അങ്ങോട്ടൊന്ന് മാറി നിൽക്കുക, കേൾക്കുന്നില്ലെന്ന് പറയാം. ഭയങ്കര കവറേജാന്നാ നെറ്റ്വർക്കുകാരുടെ പരസ്യം. പക്ഷെ there are some pockets where you are unreachable. ദൈവാത്മാവിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. There will come some zones where you cannot be reached by anyone, any comforter, any counselor, any pastor, any co-believer. പക്ഷെ അവിടെയും നമുക്കൊരാശ്വാസപ്രദനുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, he will never leave you comfortless. ആശ്വാസമില്ലാതെ നമ്മളെ ഒരിക്കലും അവൻ വിടുകയില്ല. സമയത്തിൻ്റെ പരിമിതി കാരണം മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വിഷയങ്ങളിലേക്ക് വരാം. തേർഡ് സോഴ്സ് ഓഫ് അവർ കംഫർട്ട്. നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമുണ്ട്. ആ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം, അതെവിടെ എഴുതി വെച്ചേക്കുന്നത്? 4:18. 1 തെസ്സലോനിക്കർ 4:18 എഴുതി വെച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ആശ്വാസം. കംഫർട്ടിങ് വൺ അനദർ. നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു പ്രയാസവും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നല്ല കാര്യം, തുടർന്നും പ്രാർത്ഥിക്കണം. ഒരു ഫോൺ ചെയ്യുന്ന എത്ര പേരുണ്ട്? സാരമില്ല സഹോദര, സാരമില്ല സഹോദരി എന്നൊന്ന് പറയാൻ ചിലർ വിളിക്കാതിരിക്കുന്നതല്ലേ? ഈയിടെയായിട്ടൊരു വയറ്റുവേദനയാന്ന് പറഞ്ഞാൽ പറയും, സൂക്ഷിക്കണേ. കഴിഞ്ഞ ദിവസം ഒരാട് വയറ്റുവേദന ചെന്ന് പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. ആ പുള്ളിയുടെ ഇടപാട് അതുപോലെ കൊടുത്തത്. അങ്ങനെ കുറേ ആശ്വാസകരുണ്ട്. യോബിൻ്റെ അടുക്കൽ സ്നേഹിതന്മാർ ചെന്നു. വലിയ കാര്യമായിട്ട് അവർ ഭയങ്കര തിയോളജിയൻസാണ്, എല്ലാ ഫിലോസഫി അറിയാവുന്നവരാ. ആദ്യം ഒരു മയത്തിലങ്ങോട്ട് തുടങ്ങി, പിന്നെ അങ്ങ് കത്തി കയറി. നല്ല നാടൻ ഭാഷ പറഞ്ഞാൽ, നിന്റെ കയ്യിലിരിപ്പിൻ്റെയാണ് നീ അനുഭവിക്കുന്നേ, നിന്റെ പിള്ളേരുടെ തോന്നിവാസത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് സഹി കേട്ടപ്പോൾ 16-ാം അധ്യായത്തിൽ യോ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാന്നറിയാം? നിങ്ങളാരാ? വ്യസനിപ്പിക്കുന്ന. 16:2 നിങ്ങളൊക്കെ വ്യസനിപ്പിക്കുന്ന. അങ്ങനെയും ചില കൂട്ടരുണ്ടല്ലേ. അങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല. നിങ്ങളൊന്നും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനങ്ങ് പറയുക, കംഫർട്ടിങ് വൺ അനദർ. അന്യോന്യം എന്തോ ചെയ്യണമെന്നറിയാമോ? ആശ്വസിപ്പിക്കണം. അതാണ് നമ്മൾ ആദ്യം വായിച്ച 2 കൊരിന്തി 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. ആ ആശ്വാസം കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന്. ഇന്നത്തെ ഈ ദൂത് 2 നിലകളിലാണ് നിങ്ങൾക്ക് ബാധകമാകുന്നത്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആശ്വാസകനായി വെളിപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയാൻ. അതുകൊണ്ട് തീർന്നില്ല, മറ്റ് യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾ ആരാകണമെന്നറിയാമോ? ശക്തരാകണം, പ്രാപ്തരാകണം. ഹല്ലേലൂയ. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രാർത്ഥന പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് ആശ്വാസമാകണം, വിടുതലാകണം. നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നവരാകണം. എന്നാൽ ദൈവമക്കളോട് ഞാൻ ഒരു ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. See, God is our comforter. God's word is our comfort. Holy Spirit is our comforter. And we have our co-brethren who comforts one another.
പക്ഷെ നമ്മുടെ ആശ്വാസത്തിൻ്റെ എല്ലാം ആത്യന്തിക അത്യുച്ച കൂടി എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ? ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു വരി പാടുമ്പം നിങ്ങൾക്ക് പേടിയൊന്നും തോന്നരുത്. അങ്ങനെയും പാട്ടുണ്ടോ എന്നാ? ആശ്വാസമേനിക്കേറെ. നമ്മുടെ സഭയെ അടുത്ത കാലത്ത് വല്ല ഈ പാട്ട് പാടിയിട്ടുണ്ടോ? നമ്മൾ ഈ പാട്ട് എപ്പോഴത്തേക്ക് വെച്ചേക്കുക? മരിക്കുമ്പോൾ നമുക്കോട്ട് പാടാനും വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേടിക്കല്ലേ എന്ന് പറഞ്ഞ്. അതിനുവേണ്ടിയാ പേടിക്കല്ലേ എന്ന് പറഞ്ഞ്. കാര്യം ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പാടിയ അതിപ്പോൾ പാടുന്ന പാട്ടൊന്നൊക്കെ ചിലർ കയറി ചോദിച്ചു, ഇപ്പോൾ പാടുന്ന പാട്ടാന്ന്. ആശ്വാസമേ എനിക്ക് ഇച്ചിരി ആശ്വാസമല്ല, തിങ്ങുക വിങ്ങുക അകത്ത് നിറയുക ആശ്വാസം. എപ്പോഴാണെന്നറിയാം? വിശ്വാസ കണ്ണാൽ ഞാൻ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 2 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. 2 Thessalonians chapter 2 verses 16 and 17. ഞാൻ അവസാനിപ്പിക്കുക ആ ചിന്തകൾ. Everlasting consolation. കൺസോലേഷനും കംഫർട്ടും ഒന്നാന്ന് നിങ്ങൾക്ക് അറിയാവല്ലേ? Everlasting consolation and good hope through grace. Everlasting consolation എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളത്തിൽ നമ്മൾ എന്തുവാ വായിക്കുന്നത്? അതിൻ്റെ മുകളിലാണ് മലയാളത്തിൽ നിത്യ ആശ്വാസവും. ഈ കോംബോ മീൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയാം? കോംബോ മീൽ ഇപ്പൊ KFC ഒന്നും കഴിക്കുന്നില്ല. കോംബോ എന്ന് പറഞ്ഞാൽ എന്തോ മോനെ? കമ്പൈൻഡ് ആണ് അല്ലേ? ഇവിടെ വചനത്തിൽ ഒരു കോംബോയാ പറയുന്നത്, ഒരു കോംബോയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നിത്യാശ്വാസം, എവർലാസ്റ്റിംഗ് കംഫർട്ട് ഓർ കൺസോലേഷൻ ആൻഡ് ഗുഡ് ഹോപ്പ്. കർത്താവ് നമുക്കൊരു കോംബോ മെസ്സേജാ തരുന്നേ. എവർലാസ്റ്റിംഗ് കംഫർട്ട്, നിത്യമായ ആശ്വാസം. ആരൊക്കെ നമ്മളെ ആശ്വസിപ്പിച്ചാൽ അല്പസമയം കഴിയുമ്പം നമ്മൾ ആശ്വാസമറ്റവരായിട്ട് മാറും. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം അത് നിത്യാശ്വാസം. ആ ആശ്വാസത്തോട് ചേർന്ന് വരുന്ന ഒരു കാര്യം ഗുഡ് ഹോപ്പ്, നല്ല പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീനെന്ന് പൗലോസ് പറയുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാം? നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞു വന്നിട്ട് പ്രത്യാശയുടെ ആഴം സഭയ്ക്ക് കൈമാറുകയാ. നിത്യതയുടെ ആഴം സഭയ്ക്ക് കൈമാറുകയാ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് എൻ്റെ ദൈവമക്കളെ, ആര് ആശ്വസിപ്പിച്ചാലും ആശ്വാസം ലഭിക്കാത്ത വിഷയമായാലും, ഒരിടത്തു നിന്നും നമുക്ക് ഒരു ആശ്വാസവും ലഭിക്കാത്ത അവസ്ഥയായാലും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അവൻ്റെ വരവിൻ്റെ പ്രത്യാശ അകത്ത് നിറയുമ്പം അതിനെ കവിയുന്ന ഒരാശ്വാസം നമുക്ക് വേണ്ട. അതിനെ കവിയുന്ന ഒരാശ്വാസം നമുക്ക് വേണ്ട. ഏത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഏത് വെല്ലുവിളിയുമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസവുമായിക്കൊള്ളട്ടെ, ഏത് ചലഞ്ചുമായിക്കൊള്ളട്ടെ, അവൻ്റെ വരവിൻ്റെ പ്രത്യാശ നമ്മുടെ അകത്ത് നിറയണം. അതുകൊണ്ടാണ് പറയുന്നത്, ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ. അച്ചരിക കണ്ണുകൾ കൊണ്ട് കാണുന്നതൊന്നും നിനക്ക് ആശ്വാസം തരത്തില്ലെങ്കിൽ, അച്ചരിക കണ്ണടച്ചിട്ട് ആത്മീയ കണ്ണ് തുറന്ന് നീ അക്കരയിലേക്കൊന്ന് നോക്കുമ്പോൾ, ഓ ഭാരങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, നിരാശകൾ മാറും. ഓ ആശ്വാസം കൊണ്ട് നമ്മുടെ അകത്തളം നിറയുവാനിടയായി തീരും. ഇന്ന് പകൽ നമ്മുടെ ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും നമ്മുടെ ഉള്ളത്തെ ഇന്ന് പകൽ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം ആശ്വാസമറ്റവരായി പോകാൻ ദൈവം ഒരു കാലത്ത് നമ്മെ അനുവദിക്കുന്ന ദൈവമല്ല. ഡിവൈൻ കംഫർട്ട് ഇൻ അവർ ക്രൈസിസ്, കൺസോളിഡേറ്റഡ് വിത്ത് ദി ഇറ്റേണൽ ഹോപ്പ്. നമുക്ക് ലഭ്യമാകുവാൻ പോകുന്ന നിത്യമായ പ്രത്യാശ, അത് രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര ശ്രേഷ്ഠമാണെന്നറിയാം. ഇവിടെ പാടിയ പല പാട്ടുകളും, പ്രാരംഭത്തിൽ പാടിയ പല പാട്ടുകളും, എത്ര ആനന്ദമേ ജീവിതം. ചുമ്മാതാന്നോ പാടാൻ പറ്റുന്നേ, ചുമ്മാതാന്നോ പറയാൻ പറ്റുന്നേ? ഓ, ദൈവിക ആശ്വാസം പ്രാപിച്ച ഒരു ദൈവവേദനല്ലാതെ മറ്റാർക്കാ പറയുവാൻ കഴിയുന്നത്? എത്ര ആനന്ദമേ ജീവിതം എന്ന് പറയുവാൻ കഴിയും ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും. തിരുവെഴുത്തുകൾ എന്ന പകൽ നമുക്ക് ആശ്വാസമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന് അടിത്തറയും, നമ്മുടെ ആത്മീക ജീവിതത്തിന് വിചിന്തനത്തിന് മുഖാന്തരവും, വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി മുന്നോട്ട് പോകേണ്ടതിന് പ്രചോദനവുമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുമേശയുടെ അനുഭവം. നമ്മൾ പതിവായി കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നവരാണ്. അധിക വിശദീകരണം ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ തിരുമേശ സംബന്ധിച്ച് ദൈവം തനിക്ക് നൽകിയ വെളിപ്പാട്, റെവലേഷൻ. തിരുമേശ സംബന്ധിച്ച് the prophetical word is there. Isaiah 53, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ആ വാക്യം 5th verse of Isaiah 53, appreciate you. കുഞ്ഞുങ്ങൾ ആ വാക്യം മനപ്പാഠമാക്കി പറഞ്ഞല്ലോ, വളരെ സന്തോഷം തോന്നി. The prophetic word about the suffering of Christ, the suffering servant. സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അക്ഷരികമായി കർത്താവിൻ്റെ കഷ്ടാനുഭവവും കൂട്ടായ്മയും, അതോടൊപ്പം തന്നെ തിരുമേശയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് സഭയ്ക്ക് കൈമാറുകയാണ്. അത് കൈമാറുന്ന കൂട്ടത്തിൽ ആ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. 2 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. Do this in remembrance of me. If somebody asks you a question, why do you celebrate Lord's Supper? Why do you partake in Lord's Supper? നിങ്ങൾ എന്തുകൊണ്ട് തിരുമേശയിൽ പങ്കാളികളാകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ, what would be your answer? The Lord commanded to partake in his body and in his blood in remembrance of him. അവൻ്റെ ഓർമ്മയ്ക്കായി അത് ചെയ്യാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടും ഭയഭക്തിയോടും വിശുദ്ധ തിരുമേശയിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. അതിപ്രധാനമായൊരു കാര്യം, അയോഗ്യമായി ആരും അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യരുത്. അവരവരെ തന്നെ ശോധന ചെയ്ത് കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ, let everyone come closer to the Lord's Supper with a clear conscience. ശുദ്ധ മനസാക്ഷിയോടുകൂടെ മാത്രമേ അടുത്തു വരാവൂ. ഈ തിരുമേശ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേഗത്തിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. When you entered into this hall, you have seen the Lord's Supper prepared over here. What was your response? What was the feeling of your heart? ഈ തിരുമേശയോട് ഒരുക്കപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പം what was the feeling of your heart? നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ ഇന്നിവിടെ തിരുമേശയുണ്ടെന്ന്. പക്ഷേ ഈ തിരുമേശയിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിക്കുമ്പോൾ
ഈ തിരുമേശ നമ്മെ നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയാം? കാൽവറി ക്രൂശിലേക്കാണ്. കാൽവറി ക്രൂശിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ മുന്നമേ ഒരു ദിവസം പറഞ്ഞതുപോലെ, ക്രൂശിനെ ധ്യാനിക്കാൻ, നമ്മെ തന്നെ ശോധന ചെയ്യാൻ, അവൻ്റെ വരവിൻ്റെ പ്രത്യാശ പുതുക്കാൻ ഈ തിരുമേശ നമുക്ക് നൽകപ്പെട്ടിരിക്കുക. ഒന്ന്, കർത്താവിനെയും അവൻ്റെ ക്രൂശിനെയും ധ്യാനിക്കാൻ. രണ്ട്, നമ്മെ തന്നെ ആത്മപരിശോധന നടത്താൻ. മൂന്ന്, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല, അവൻ വേഗം മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ പുതുക്കാൻ ഈ വിശുദ്ധ തിരുമേശ നമുക്ക് ഇന്ന് പകൽ കാരണമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദ ക്രോസ്? ക്രൂശിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? നമ്മുടെ കർത്താവ് അക്ഷരികമായി പീഡിപ്പിക്കപ്പെടുമ്പം, ക്രൂശിക്കപ്പെടുമ്പം, അക്ഷരികമായി യേശുവിൻ്റെ ക്രൂശിനടുത്തും അവൻ്റെ പീഡനങ്ങൾക്ക് സാക്ഷിയായി തീർന്ന അനേക ആളുകളുണ്ട്. അവരിൽ നിന്നുണ്ടായ 3 തരം പ്രതികരണങ്ങൾ ക്രൂശിനെ സംബന്ധിച്ച്, കഷ്ടാനുഭവം സംബന്ധിച്ച് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം. കർത്താവ് കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പം അതിൻ്റെ നടുവിൽ ഒരു കൂട്ടം ആളുകൾ അവനെ പരിഹസിക്കുന്നവരായിരുന്നു. അവൻ്റെ വസ്ത്രം മാറ്റി രക്താംബരം ധരിപ്പിച്ചു, തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ചിട്ട് അവൻ്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചു. അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി, രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കി, ദൈവപുത്രനാണെങ്കിൽ താഴെ വാ. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും, വിശേഷാൽ മഹാപുരോഹിതന്മാർ യേശുവിനെ പരിഹസിച്ചു. They mocked him, they teased him. A group of people, ഒരു കൂട്ടം ആളുകൾ ക്രൂശിന്റെ അടിയിൽ നിന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ, വിശേഷാൽ ഒരു കൂട്ടം സ്ത്രീകൾ, പുരുഷാരം, അവരെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത് അറിയാമോ? അവർ ദൂരത്ത് നിന്ന് കണ്ടു, മാറത്തടിച്ചു. ഒരു കൂട്ടം ആളുകൾ പരിഹസിച്ചപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ സഹതപിച്ചു. ഇവനിങ്ങനെ വന്നല്ലോ. മാറത്തടിക്കുന്ന ഒരു കൂട്ടം അവരും മടങ്ങിപ്പോയി. പരിഹസിക്കുന്ന ആളുകളുണ്ട്, സഹതപിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കൂ. ആരംഭത്തിങ്കൽ തിരുവെഴുത്ത് പറയുന്നു, 2 കള്ളന്മാരും അവനെ നിന്ദിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ കള്ളന്മാരിൽ ഒരുവന് അന്തരംഗത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ സ്നേഹിതനോട് അവൻ പറയുകയാണ്, നാം ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കുമ്പം ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് അനുതാപത്തോടെ അവൻ ഏറ്റു പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, സഹതപിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ, എന്നാൽ ഒരുവൻ അനുതപിക്കുന്നവനായി, ഒരുവൻ അനുതപിക്കുന്നവനായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, ക്രൂശിൻ്റെ അടുക്കൽ അനുതാപത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഈ തിരുമേശയുടെ മുമ്പിൽ അനുതാപത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. എല്ലാവരും ഒരു നിമിഷം തലകളെ ദൈവത്തിൽ വണക്കിക്കാട്ട്. കാൽവറിയുടെ ദർശനം ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ അനുഭവങ്ങളെ നൽകട്ടെ. ധന്യനായ പൗലോസ് പറയുന്നത്, യാതൊരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധം വരുന്നില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. സഹോദര സഹോദരി, യാതൊരു കുറ്റത്തെക്കുറിച്ചും നിനക്ക് ബോധം വരുന്നില്ലെങ്കിലും നീതിമാനെന്ന് വരികയില്ല. ഒരു നിമിഷം അവരവരെ തന്നെ ശോധന ചെയ്താട്ട് അനുതാപത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. കാൽവറിയിലെ പുണ്യാഹരക്തത്താൽ ഒരിക്കൽ കൂടെ കഴുകൽ പ്രാപിക്കേണ്ടതിന് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാവരും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ തിരുമേശയുടെ ഭാഗങ്ങളൊന്നും തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയത്, നിങ്ങൾക്കായി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴങ്ങൾക്ക് ശേഷം അവൻ പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന
എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട തിരുമേശയുടെ അനുഭവത്തിൻ്റെ മുമ്പിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ സമർപ്പണത്തോടെ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. വിശേഷാൽ തിരുമേശയിൽ പങ്കാളികളായി തീരുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. കാൽവറിയിലേക്ക് ഒരു നിമിഷം കണ്ണുകളെ ഉയർത്തിക്കാട്ട്. ഹല്ലേലൂയ. ഗത്സമന തുടങ്ങി ഗബദയിലൂടെ ഗോൽഗോഥ വരെ നമ്മുടെ കർത്താവ് കടന്നുപോയ ആ കഠിനമായ പാതകൾ, ക്രൂരന്മാരായ പടയാളികൾ ചാട്ടവാറുകൊണ്ട് ആ ശരീരത്തിലെ മാംസ കഷണങ്ങൾ ഹല്ലേലൂയ പിച്ച് ചിന്തിയെടുക്കുമ്പോഴും മുൾക്കിഴിയുടെ ധാരിയായി, മുഖത്തെ രോമം പറിക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പലേറ്റവനായി, നിന്ദിതനായി ദൈവത്തിന്റെ പുത്രൻ സകല സങ്കടങ്ങളും കഷ്ടങ്ങളും സഹിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ ഹല്ലേലൂയ കാൽവറി ക്രൂശിനായി ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, എല്ലാവരും ഒരു നിമിഷം കാൽവറി ക്രൂശിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ആത്മപരിശോധനയോടെ അനുതാപത്തോടെ എല്ലാ ദൈവമക്കളും തങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിഞ്ഞുകൾക്കായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് അപ്പൊ വിഞ്ഞുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ പ്രതീകമായ അപ്പം, ഈ അപ്പത്തിനായി എല്ലാ ദൈവമക്കളും ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട്. ആ തിരുദിനത്തിന്റെ പ്രതീകമായ പാനപാത്രത്തിനായി എല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ തിരുമേശയുടെ അനുഭവത്തിനായി ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. ആ തിരുശരീരം ഞങ്ങൾക്കായി നുറുങ്ങപ്പെട്ടു. പ്രതീകമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തൃക്കരത്താൽ ഈ അപ്പത്തെ വാഴ്ത്തി നുറുക്കി അടിങ്ങൾക്ക് തരണമേ. പാനപാത്രത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കാൽവറിയിൽ ഞങ്ങൾക്കായി ചൊരിയപ്പെട്ട പുത്രന്റെ പുണ്യാഹ രക്തം, ആ രക്തത്തിന്റെ പ്രതീകമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാനപാത്രത്തെ സ്തോത്രത്തോടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അനുഗ്രഹപാത്രമാക്കി ഞങ്ങൾക്ക് മടക്കി തരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അപ്പത്തിൽ നിന്ന് ഭുജിക്കുന്നവർ, പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നവർ തിരുമേശ മുഖാന്തരം അനുഗ്രഹം പ്രാപിപ്പാൻ കൃപ ചെയ്യണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്കായി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അവൻ തന്നെ അവൻ പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ വീഞ്ഞും നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. സാധാരണ പോലെ നിങ്ങളുടെ കൈകളിൽ വയ്ക്കുക. അതിനുശേഷം സ്തോത്രത്തോടെ നാം ഒരുമിച്ച് അതിൽ പങ്കാളികളാകുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സർവ്വവും എനിക്ക്
പ്രത്യേകമായി അപ്പം അവിടെ തന്നെ നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചിട്ട് കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്കായി നുറുങ്ങപ്പെടുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രത്തോടെ കർത്താവിന്റെ തിരുശരീരത്തിന്റെ പങ്കാളിത്തം നമുക്ക് ഒരുമിച്ച് ഈ അപ്പത്തിലൂടെ പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തന്നെ ആ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രത്തോടെ പാനപാത്രത്തിൽ നിന്ന് നമുക്ക് പങ്കാളികളാകാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുമേശയുടെ പങ്കാളിത്തം പ്രാപിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് നമുക്ക് കൃപ ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തിന്റെ സ്മരണ തിരുമേശയിലൂടെ പുതുക്കുവാൻ, ആ തിരുശരീരത്തിന്റെ പങ്കാളിത്തം പ്രാപിക്കുവാൻ, തിരുനടത്തിന്റെ പങ്കാളിത്തം പ്രാപിക്കുവാൻ ഇന്ന് പകൽ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഈ വിശുദ്ധ തിരുമേശയുടെ മുമ്പിൽ നാം ആയിരിക്കുന്ന അതേ ആഴമേറിയ സമർപ്പണത്തോടെ, ജീവിത വിശുദ്ധിയോടെ വരുന്ന ദിവസങ്ങൾ വിശ്വാസത്തിന്റെ ചുവടുകൾ ക്രൂശിന്റെ പാതയിൽ വെക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ തിരുമേശ നമ്മോട് പറയുന്നു, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. അതോടൊപ്പം നാം പ്രത്യാശയോടെ ഏറ്റുപറയുന്നു, നമ്മുടെ കർത്താവ് വേഗം വരും, നമ്മുടെ കർത്താവ് വേഗം വരും. എനിക്കായി മരിച്ചു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വേഗം വരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹീതമായ തിരുമേശയുടെ പങ്കാളിത്തം പ്രാപിക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളെ പ്രാപ്തരാക്കിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് പകരമായി ഞങ്ങളുടെ കർത്താവ് പങ്കുപാടുകൾ സഹിച്ചു. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. മരണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുവാനായി ഞങ്ങളെ പ്രാപ്തരാക്കിയ സ്നേഹത്തിനായി സ്തോത്രം. ക്രൂശിന്റെ പാതയിൽ വരും ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ ചുവടുകൾ സ്ഥിരതയോടെ വെച്ച് അങ്ങയുടെ വരവിന്റെ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായ ഓരോ ദിവസവും ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. തിരുമേശയിൽ പങ്കാളികളായി തീർന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മേശമേൽ അപ്പവീഞ്ഞുകൾ അവശേഷിക്കുന്നല്ലോ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ കൃപയിലേക്ക് ആകർഷിച്ച് ആനയിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ സ്വർഗം ആദരിച്ചതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിന്റെ വലിയൊരു നാമത്തിൽ കേൾക്കണമേ സ്വർഗീയ പിതാവേ. സമയമുണ്ടെങ്കിൽ വായിച്ചു. ഹല്ലേലൂയ. നാം ഈ സമയത്ത് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പ്രിയ ബിജു അങ്കിള് ലേഖനഭാഗം നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ ശേഷമുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിപ്പിൻ. സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവിടുന്ന് അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് സകല മഹത്വവും കൊടുക്കാം. ഗ്ലോറി ടു ഗോഡ്.
ഇന്ന് പകൽക്കാലം വ്യാപരിച്ച ദൈവകൃപ വചനം നമ്മോട് ശക്തമായിട്ട് ഇടപെട്ടു. ആമേൻ. തിരുമേശയിൽ നമുക്ക് ഭാഗഭാക്കായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിച്ച ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രിയ ജിം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവെ തന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് മനസ്സലിവുള്ള, ഹല്ലേലൂയ, സർവ്വ ആശ്വാസത്തിൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, തിരുമേശയിലൊക്കെ പങ്കെടുക്കുവാൻ കർത്താവെ തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ ഒരുപടിയോട് ചേർന്നിരിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഈ ദിവസങ്ങളെടുത്ത് ഉപയോഗിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. സണിച്ചാൻ വെച്ച എല്ലാ വിഷയങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമായ, അത്ഭുതങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ മധ്യമുള്ളത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഇനി ഞങ്ങൾ കാണുമ്പോഴേയും അങ്ങയുടെ കൃപയുടെ മറവിൽ ഞങ്ങളെ കാക്കണം. പ്രാർത്ഥന കേട്ടതാൽ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഗ്ലോറി ടു. ഈ സമയത്ത് ഒരു പാട്ട് പാടി നമുക്ക് സ്തോത്രാഴ്ച എടുക്കുന്നതായിരിക്കും. വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന തിരുമാർവോടണിഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണിഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരാനിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കർത്താവിന് നമുക്ക് സകല മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ സമയത്ത് ആമേൻ. അതായത് ഈ ആഴ്ചയിൽ